ഇപ്പൊ നോക്കിയേ പറ്റുള്ളൂ. യോഗ ചെയ്തോണ്ട് നിൽക്കണ കണ്ടില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഏകാഗ്രമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനിടയ്ക്ക് നീ ശല്യം ചെയ്യല്ലേ? ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാന്ന്. എന്റെ അച്ഛൻ ശ്രീധരനത്തിന്റെ ബാക്കി തരാന്ന് പറഞ്ഞ കണ്ണടക്കേ. കണ്ണടച്ചിലടി ഇത്ര നേരം യോഗ ചെയ്തോണ്ടിരുന്നേ. ഇതല്ല. പിന്നെ ഏട്ടാ കണ്ണടക്കേ. എന്തോ കണ്ണടക്കി. ഓ അടച്ചു. നോക്ക് എന്നെ അല്ല. അതെത്രേ ഉള്ളൂ? രണ്ടുപേരേ വരുള്ളൂ. അതല്ല എന്നെ എടുത്തു നോക്കാത്ത എന്താ? അതിനാണ് ഞാൻ ഒരു ശ്രമം നടത്തിയത്. പക്ഷെ വരണില്ല. പോയിട്ടാടുന്നു. സിനിമയിലൊക്കെ ആണെങ്കിൽ എടുത്തു നോക്കി കറക്കേനെ. സിനിമയിലൊക്കെ ഡ്യൂപ്പല്ലേ അതൊക്കെ ചെയ്യണത്. നമുക്കിവിടെ ഡ്യൂപ്പ് ഇടാൻ പറ്റുമോ? നമുക്ക് നിന്റെ അടുത്ത പ്രസവത്തിന് ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും നിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിങ്ങനെ പൊക്കി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. നമുക്ക് ആശുപത്രി പോവാം. അല്ല അതിന് മുന്നേ ഞാനേ വീട്ടിൽ അച്ഛനേക്ക് ഒന്ന് വിളിച്ച് പറയട്ടെ. അല്ലല്ല ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വിളിച്ചാൽ മതി. ആ എന്നൊരു കാര്യം ചെയ്യ്, റെഡി ആവും. നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോവാം. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട്. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വാങ്ങുമാര്. ചേട്ടന് പൈസയാണോ വലുത്? ഞാനാണോ വലുത്? ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് എന്റെ ആദ്യത്തെ കുഞ്ഞാണ്. എനിക്കും കുഞ്ഞിന് നല്ല കെയർ കിട്ടണം. പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ ചെന്ന് കയറുമ്പോ തൊട്ടേ നല്ല കെയർ ആയിരിക്കും. പിന്നെ ആശുപത്രി ഞാൻ പറഞ്ഞില്ലേ, പ്രൈവറ്റ് ആശുപത്രിയിൽ അവരെന്തെന്ന് അറിയാമോ, നമ്മളിങ്ങനെ കുറേ മാസം ഇങ്ങനെ കൊണ്ടുപോയി നമ്മളത് മാക്സിമം എല്ലാം ഊറ്റിയിട്ട് സമയമാകുമ്പോൾ അവർ പറയും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ സർക്കാരിലോട്ട് വിടും. അതിനും നല്ലത് നമുക്ക് ആദ്യമേ സർക്കാരിൽ പോകണം. ചേട്ടൻ എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് പറ്റിക്കൊന്നും വേണ്ട. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. അപ്പൊ നിനക്ക് നല്ല ചികിത്സ അല്ല വേണ്ടത്, കുറെ കാശ് മുടക്കിയാണ് നമ്മൾ പ്രസവിച്ചെന്നുള്ളത് പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അല്ലേ? അതല്ലേ വേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ വിളിക്കേണ്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? വീട്ടിൽ വിളിക്കുമ്പോ ചോദിക്കും ഏത് ഡോക്ടറെ കാണുന്നത്, ഏത് ആശുപത്രിയിലാണ് പോണേന്ന്. എന്റെ വീട്ടുകാർ അതിന് പരാതിയൊന്നും പറയില്ല. നിന്റെ വീട്ടുകാർ ചിലപ്പോൾ പറയുമായിരിക്കും. ഇവിടെ പരാതിയല്ല വലുത്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ്, നല്ല സൗകര്യത്തിൽ തന്നെ വരണം. ഓ ആയിക്കോട്ടെ, നീ നിനക്ക് തോന്നിയ പോലെ പ്രസവിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിക്കുന്നില്ല. തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഗർഭിണി ആയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ കൊണ്ടതിന് പിടിച്ചതിനൊക്കെ അവരുമാര് പിടിവാശിയാ ആണുങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രി പോവാം. പ്രൈവറ്റ് ആശുപത്രി പോകാം. ഇത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. ചേട്ടൻ ഇത്രയും നേരം എന്നോട് വഴക്കുണ്ടാക്കിയില്ലേ? ഒരു മസാല ദോശ വേണോന്ന് പോലും ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ഗർഭിണിയായി അറിഞ്ഞു കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് തുടങ്ങി മസാല ദോശ. ഈ ഗർഭിണിയായി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് എല്ലാം ഈ മസാല ദോശ വേണമെന്നാണ്. എന്താണ് അതിലെ കാര്യം? സീരിയലൊക്കെ അങ്ങനെയാണ്. ഓ, ഈ ഗർഭവും മസാല ദോശയായിട്ട് വല്ല ബന്ധം ഉണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ടത്തെ ഒരു ആചാരമാണ്. അന്നത്തെ കാലത്ത് ലക്ഷറി ഫുഡായിരുന്നു മസാല ദോശ. അന്ന് പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് അവരത് കൊതി പറയുന്നു, കെട്ടിയവന്മാർ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇന്നിപ്പോൾ കുഴിമന്തിയോ അല്ല അങ്ങനെ വല്ലതും പറ. അതെങ്ങനെ അത് ഒന്നും തിന്നല്ലേ അല്ലേ? ഞാനൊന്ന് വിളിച്ച് പറയട്ടെ. വിളിച്ച് പറയണ്ട. ആര്? എടി ഓഫീസിലും പറയണ്ട. ഓഫീസിൽ ലീവ് പറയാൻ. ലീവ് പറയാ. ഞാൻ റെഡി ആവട്ടെ. സ്നേഹത്തിൽ പറ. സ്നേഹത്തിൽ പറഞ്ഞു. ഒന്നുമില്ല പോകരുത്. എന്റെ ദൈവം, ഇനി 9 മാസം പെടാ പാട് പെടുമല്ലോ. ഹലോ മീനാക്ഷി, സ്നേഹന്റെ സ്കാനിങ് റിപ്പോർട്ടില്ലേ, അതൊന്ന് ശീതള സാറെ ക്യാബിനിലേക്ക് എത്തിക്ക്. സാർ വിളിച്ചു പറഞ്ഞിരിക്കണം. അതെ, ആ ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീധരനൊന്ന് കാണണല്ല. പേര് പറയൂ. രാഘവൻ. പേഷ്യന്റിന്റെ പേര് പറയും. രാഘവൻ. അത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്കാ ഗർഭം? എനിക്കല്ല ഗർഭം. അല്ല, സാധാരണ ഇവിടെ വരുന്ന ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ കൊണ്ടാ വരില്ല, അതാ ചോദിക്കണത്. ഇത് ഭാര്യമാരില്ല. ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചീട്ടുണ്ടാവില്ല? അതിന്റെ ചീട്ടൊന്നുമില്ല. എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കണേ? നിങ്ങൾ പറഞ്ഞ പണിയെടുക്കുക. എനിക്ക് എന്താണ് ഡോക്ടറെ കാണാനുള്ള പണി എന്നാ പറ. എന്താണ് ഞാൻ എന്താ കടം വാങ്ങി മാറ്റി മക്കളെ വർത്താനം കേട്ടത്? ഒന്നുമില്ല, ഒരു 400 രൂപ കടിക്ക്. അത് പറ. അടിക്ക്. ഈ കാർഡ് അവിടെ കാണിക്കാം. 3ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ലിഫ്റ്റ് ഉണ്ടാ? ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ ചാടി കളിക്കരുത് കേട്ടോ, അയാളെ സ്വഭാവം വളരെ മോശം. എനിക്ക് എങ്ങനെ സംസാരിക്കണം നിങ്ങൾ പഠിപ്പിക്കണ്ട. അത് ഞാൻ കൈകാര്യം ചെയ്തോളൂ. ശരി, നല്ല
എന്ത് മനുഷ്യനാണിത്? വീട്ടിൽ നിന്ന് ഭാര്യനായിട്ട് എന്തോ കച്ചണ്ടാക്കി വരാൻ തോന്നുന്നു. അല്ല, അത് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞതല്ലേ. ഒരു 4 മാസം കൃത്യമായിട്ട് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം. ആയിക്കോട്ടെ. ഡോക്ടറെ, നിങ്ങൾ ഏർത്ത ഗൈനക്കോളജിസ്റ്റാ? സുഹൃത്തേ, എന്താണ്? നിങ്ങൾ എന്റെ ഭാര്യക്ക് പ്രസവം നിർത്താനുള്ള PPS ഓപ്പറേഷൻ നടത്തിയിട്ടില്ലേ? നടത്തിയോ? ആ ശരി, ആയിക്കോട്ടെ. എന്നിട്ട് എന്താണ്? അവള് വീണ്ടും ഗർഭിണിയായി. നടത്തിയോ? കൺഗ്രാറ്റുലേഷൻ. എത്ര പ്രായം ഇപ്പോ? എനിക്ക് 70 വയസ്സ്. 70 വയസ്സാണ്. ആ. ഭാര്യയ്ക്കോ? ഒക്കെ 48. അപ്പൊ എന്താ അത്ര വലിയ ഡിഫറൻസ് വന്നത് ഏജില്? അത് ഞാൻ 2ാം ഘട്ടാണ്. അതെയോ? ആ. ഭാഗ്യവാനാണ്. ശരി ശരി ശരി. ഭാഗ്യവാൻ. എന്താണ്? നിങ്ങൾ ആസ്പത്രിയിൽ വന്നിട്ട് പ്രസവം നിർത്തി എന്തിന്? ഇനി കുട്ടികളില്ലാണ്ടിരിക്കാനല്ലേ? അതെ. എന്നിട്ട് പിന്നെ 2ാമത് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നെന്ന്. അല്ല, അതിപ്പോ എന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാട്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങള്. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുട്ടീനെ കൂടി നോക്കിയാ പോരാ? അത്രയല്ലേ ഉള്ളൂ. എന്തെന്നാ ഇയാൾ പറയുന്നത്? അല്ലാണ്ട് ഞാൻ എന്താ പറയണത്? ഇതൊക്കെ സാധാരണ പതിവാണ്. എങ്ങനെയാണ് എങ്ങനെയാന്ന് ഇത് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ എന്തിനു ചെയ്യുന്നത്? റയർ കേസുകൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഭാര്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഭാര്യ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്? അതെ. അതിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വായിച്ചു നോക്കി. എന്തെന്നാന്ന് നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോ എന്നാ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ മുമ്പ് ആലോചിക്കേണ്ടതാണ്. അല്ലാതെ പിന്നോട് വന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ അബോർഷനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യും. എന്റെ ഭാര്യ ഗർഭിണിയാതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ പേരും ആസ്പത്രിയുടെ പേരും ഞാൻ കേസ് കൊടുക്കും. സംശയമില്ല. എന്താ അതന്നെ പറഞ്ഞേ? എന്താ ഇയാള് പറയണത്? വേണ്ടാത്ത ഓരോ കാര്യങ്ങൾക്ക് നിന്നിട്ട് ഇപ്പൊ എന്റെ നെഞ്ചത്ത് കയറുകയാണ്. 10-70 വയസ്സായിട്ട് വെറുതെ കുത്തിയിരിക്കുകയല്ല. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചേക്ക്. ഭാര്യനോരും പോണവരൊക്കെ ഈ നിലയ്ക്കായാല്